ആധാർ കാർഡ് ഡീആക്ടിവേറ്റ് ആയേക്കാം. 7 വയസ്സ് കഴിഞ്ഞ കുട്ടികളുള്ളവർ ഇത് ശ്രദ്ധിക്കണം. 7 വയസ്സ് പൂർത്തിയായ കുട്ടികളുടെ ആധാർ കാർഡുകൾക്ക് മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ് പൂർത്തിയാക്കണമെന്ന് രക്ഷിതാക്കളോട് ആവർത്തിച്ച് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ നിർബന്ധിത പ്രക്രിയ പൂർത്തിയാക്കിയില്ലെങ്കിൽ കുട്ടികളുടെ ആധാർ കാർഡുകൾ പ്രവർത്തനരഹിതമാകുമെന്ന് UIDAI മുന്നറിയിപ്പ് നൽകി. നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം 5 വയസ്സ് പൂർത്തിയാകുമ്പോൾ കുട്ടികൾ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കേണ്ടതുണ്ട്. എന്നിരുന്നിട്ടും നിരവധി കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ ഇപ്പോഴും പുതുക്കിയിട്ടില്ലെന്ന് UIDAI കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ മുന്നറിയിപ്പ്. ഇനി എന്താണ് മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ് എന്ന് നോക്കാം. ആധാർ ആക്ട് 2016 അനുസരിച്ച് 5 വയസ്സ് പൂർത്തിയാകുമ്പോൾ കുട്ടികളുടെ വിരലടയാളം, ഐറിസ് സ്കാൻ, മുഖചിത്രം എന്നിവ ഉൾപ്പെടെയുള്ള ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കണം. ഈ പ്രായത്തിൽ ഈ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ പാകമായെന്നാണ് UIDAI കണക്കാക്കുന്നത്. കൂടാതെ 15 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും ഒരിക്കൽ കൂടി ഈ വിവരങ്ങൾ പുതുക്കേണ്ടതുണ്ട്. കാലക്രമേണ കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ തീരുമാനം. കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങളുടെ കൃത്യതയും വിശ്വസ്തതയും നിലനിർത്തുന്നതിന് മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ് കൃത്യസമയത്ത് പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. 7 വയസ്സ് കഴിഞ്ഞിട്ടും IMBU പൂർത്തിയാക്കിയില്ലെങ്കിൽ നിലവിലുള്ള നിയമമനുസരിച്ച് ആധാർ നമ്പർ പ്രവർത്തനരഹിതമാകാൻ സാധ്യതയുണ്ട്. ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് UIDAI SMS-കളും അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് സൗജന്യമായി ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 5 വയസ്സിനും 7 വയസ്സിനും ഇടയിൽ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഫീസ് ഈടാക്കില്ല. എന്നാൽ 7 വയസ്സ് കഴിഞ്ഞാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ 100 രൂപ ഫീസായി നൽകേണ്ടി വരും. കുട്ടികളുടെ ആധാർ ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആധാർ സേവാ കേന്ദ്രം കണ്ടെത്തുക. നിങ്ങളുടെ അടുത്തുള്ള ആധാർ സേവാ കേന്ദ്രം അല്ലെങ്കിൽ അംഗീകൃത ആധാർ എൻറോൾമെൻറ്റ് കേന്ദ്രം സന്ദർശിക്കുക. UIDAIയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ uida.gov.in സന്ദർശിച്ച് അടുത്തുള്ള കേന്ദ്രം കണ്ടെത്താനോ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനോ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ വിവരങ്ങൾ വൈകാതെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. ഗായ്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.